നമ്മൾ ഈ സെഷനിൽ വളരെ പെട്ടെന്ന് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചും വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ BFS എന്നാണ് സിലബസിൽ കാണിച്ചിരിക്കുന്നത്. ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ DFS എന്നാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ട്രീ കൺസിഡർ ചെയ്യാം. ട്രീയും ഒരു ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ അത് റൂട്ട് നോഡ് 1 ആയിട്ടുള്ള 2 ചൈൽഡുകളുള്ള ബൈനറി ട്രീയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത്. കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ 7 നോഡുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിനി ഇതിൽ നമ്മൾ സെർച്ചിങ് മെക്കാനിസം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. 2, എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക. വിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് അതുവഴി പോവുക എന്നുള്ളതാണ് വിസിറ്റ് ചെയ്യുക, അത് കൺസിഡർ ചെയ്യുന്നു. എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സബായിട്ടുള്ള ട്രീയുടെ പോർഷൻസ് ഏതൊക്കെയാണോ അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചാണ്, BFS ആണ്. അപ്പം BFSൽ നമ്മൾ ആദ്യം റൂട്ട് നോഡ് എടുക്കുന്നു. 1 എന്നുള്ളത് വിസിറ്റ് ചെയ്യുന്നു. 1 എന്നുള്ള വിസിറ്റിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ബാക്കി വെർട്ടെക്സുകൾ ഏതൊക്കെയാണോ നമ്മൾ അതിനെ ആദ്യം കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഒരു വെർട്ടെക്സ് എടുക്കുന്നു, അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അടുത്തുള്ള ഏതൊക്കെ വെർട്ടെക്സുകളുള്ളതെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 വിസിറ്റ് ചെയ്യുന്നു അല്ലേ. ആദ്യം 2 വിസിറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഒന്നിൻ്റെ തന്നെ അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് അത് 3 ആണ്. 3 എന്നുള്ള വെർട്ടെക്സ് എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലെവൽ ഏകദേശം കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇത് ലെവൽ 1 അല്ലേ, ഒരു ലെവലാണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ 2ൻ്റെ താഴേക്കുള്ള 2ൻ്റെ സബ് ട്രീ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുക, ഒന്ന് 4 എന്നുള്ളതാണ് ആദ്യത്തെ വെർട്ടെക്സ് എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്താ ചെയ്യുക, 4ന് ശേഷം ഇതേ ലെവലിലുള്ള ഇതിൻ്റെ 2ൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള അടുത്ത വെർട്ടെക്സ് നോക്കുന്നു. 5 വിസിറ്റ് ചെയ്യുന്നു. അതിനുശേഷമോ തിരിച്ച് ഈ മോളിൽ പോയിട്ട് സെയിം ലെവലിലുള്ള 3യുടെ സബ് ട്രീ നോക്കുകയാണ്. അതായത് ആദ്യത്തെ വെർട്ടെക്സ് 3യുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ വെർട്ടെക്സ് 6 ആണ്. അതിനുശേഷം എന്താ ചെയ്യുക, അതേ ലെവലിൽ തന്നെയുള്ള ലാസ്റ്റ് 7 വിസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം 1ൽ നിന്നും 2, 3 എടുക്കുന്നു. ആദ്യം ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ലെവലിലേക്ക് പോകുന്നു. അവിടെ 4, 5 രണ്ടും എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത നോഡ് 3യുടെ 2 സബ് വെർട്ടെക്സുകൾ 6ഉം 7ഉം നമ്മൾ വിസിറ്റ് ചെയ്യുകയാണ്. ഇതാണ് BFSൻ്റെ പ്രത്യേകത. നമുക്കിനി ഇതേ കാര്യം തന്നെ നമുക്ക് എങ്ങനെയാണ് DFS കൺസിഡർ ചെയ്യാൻ നോക്കാം. ഇതേപോലെ തന്നെ ഈ സെയിം ഗ്രാഫ് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. 1ൻ്റെ 2 ചൈൽഡാണുള്ളത്, 2, 3. 2ന് പിന്നെയും സബ് ട്രീ ഫോം ചെയ്യുന്നുണ്ട്, 4. ഇത് 5 ആണ്. ഇത് 6, 7. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മൾ റൂട്ട് നോഡ് റൂട്ടാണ് 1, അത് ആദ്യം എടുക്കുന്നു. ഇതെടുത്തതിന് ശേഷം നമ്മൾ ഡെപ്തിലേക്കാണ് പോവുക. അതായത് ഇതുമായിട്ട് ഇതിൻ്റെ സബ് ട്രീ ആയിട്ടുള്ള 2ലേക്ക് പോവുകയാണ്. ഈ 2ൽ നിന്നും നമ്മൾ 2 എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരമായിട്ട് ആദ്യം 1 എടുത്തു, 1 എക്സ്പ്ലോർ ചെയ്യുന്നതിന് നിർത്തിയിട്ട് നമ്മൾ നേരെ 2ലേക്ക് പോവുകയാണ്. ഈ 2ൻ്റെ 2 അസോസിയേറ്റ് ചെയ്തേക്കുന്ന വെർട്ടെക്സുകളുണ്ട്. നമ്മൾ 2ലേക്കും പോകുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ ഡെപ്തിലേക്ക് പോവുകയാണ്. 2ൻ്റെ ആദ്യത്തെ ചൈൽഡിലേക്ക് പോവുകയാണ്, 4ലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഡീപ്പായിട്ട് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ചൈൽഡ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യും, തൊട്ട് മുകളിലേക്ക് വരും. തൊട്ട് മുകളിൽ എന്ന് പറയുമ്പോൾ 4ൽ നിന്നും 2ലേക്കാണ് വരിക. ഓക്കെ, 2ൽ നിന്നും ബാക്കിയുള്ള സബ് ട്രീ ഏതൊക്കെയാണെന്ന് നോക്കി 5ആണ് ബാക്കിയുള്ളത്. നമുക്കറിയാം അത് ബൈനറി ട്രീ ആണ്, 2 ചൈൽഡേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2ൽ നിന്നും ബാക്കി പെൻഡിങ് ഉള്ള 5 വിസിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഔട്ട് വരിക, DFSൻ്റെ ഔട്ട് ആദ്യം വരിക, ആദ്യം 1 വിസിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് 1 എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് 2ലേക്ക് പോവുകയാണ് അല്ലേ, 2 പോപ്പ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്തത്, 2ൻ്റെ ഡീപ്പായിട്ട് അകത്തേക്ക് പോവുകയാണ്. അതായത് ആദ്യത്തെ വെർട്ടെക്സിലേക്ക് 4ലേക്ക് പോയി. 4 സബ് ഉണ്ടോ എന്ന് നോക്കി, ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്
നേരെ തിരിച്ച് തൊട്ട് മുകളിലത്തെ ലെവലിൽ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു, 5 എന്നുള്ള നോഡ് വിസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ടും തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, തൊട്ട് മുകളിലത്തെ ലെവലിലേക്ക് പോയി. ഇനി എന്ത് ചെയ്യും, ഇനി 3 വിസിറ്റ് ചെയ്യും. ആദ്യം 3 വിസിറ്റ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യും, 3 വിസിറ്റിന് ശേഷം ഡീപ്പായിട്ട് അകത്തേക്ക് പോവുകയാണ്. ഓക്കെ, ആദ്യത്തെ ചൈൽഡ് 6 6 വിസിറ്റ് ചെയ്തു. ഓക്കെ, 3 എടുത്തു, 3യിൽ നിന്നും 6 വിസിറ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്യുക, ഇനി 6ന് താഴെ ചൈൽഡൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് മുകളിലേക്ക് പോയി. എന്നിട്ട് റൈറ്റിലെ ലാസ്റ്റ് എലമെൻ്റ് കൂടി വിസിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഈ ആദ്യത്തെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് അല്ലെ BFS എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്, FIFO ആണ്. ഇവിടെ എങ്ങനെയാണ്, നമുക്കിവിടെ ഇതൊരു ക്യൂ സ്ട്രക്ചറായിട്ട് സിമിലാരിറ്റിയാണ് അല്ലേ. ആദ്യം വരുന്നതിനെ ആദ്യം പോപ്പ് ചെയ്യുകയാണ്. ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് അല്ലേ. ആദ്യം വരുന്നതിനെ നമ്മൾ ആദ്യം പുറത്തേക്ക് വിടുകയാണ്. പക്ഷേ ഈ DFSO ഡെപ്ത് ഫസ്റ്റ് സെർച്ചോ എങ്ങനെയാണ്, നമ്മൾ പ്ലേറ്റ് അടുക്കി വയ്ക്കുന്ന പോലെയാണ്. ആദ്യം വന്നത് അവസാനമേ പുറത്ത് വരുള്ളൂ അല്ലേ. ഇപ്പോൾ ആദ്യം 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു. അപ്പോൾ 4 അവസാനം വന്നതെങ്കിലും പുറത്തേക്ക് പോകുന്ന ഏതാണ്, ആദ്യം അവസാനം വന്നയാളാണ്. ലാസ്റ്റിൻ 4 ഈ 4 ആദ്യം പുറത്തേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ പ്ലേറ്റ് അടുക്കി വയ്ക്കുന്ന പോലെയാണ്. അവസാനം മുകളിൽ വെച്ച പ്ലേറ്റാണ് ആദ്യം എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്ട്രക്ചറാണ് ഈ BFS. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാക്ക് ഒരു ഫോമിലാണെന്നുള്ളത് മനസ്സിലാവും. ഇനി BFSൻ്റെ പ്രത്യേകത എന്താ, BFSൽ എല്ലാ നോഡുകളും ഒരു ലെവലിലുള്ള എല്ലാ നോഡുകളും ആദ്യം വിസിറ്റ് ചെയ്യുകയാണ്, അടുത്ത ഡീപ്പായിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നതിന് മുമ്പ്. പക്ഷേ DFSലോ റൂട്ട് നോഡിൽ തുടങ്ങിയതിന് ശേഷം ആസ് ഫാർ ആസ് പോസിബിൾ എത്രത്തോളം അകത്തേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം പോയി അവിടെ ഫർദറായിട്ട് വേറെ നോഡുകളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ തൊട്ട് മുകളിലത്തെ സ്റ്റേജിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടുത്തെ മെയിൻ വ്യത്യാസം. അതായത് BFSൽ ലെവൽ ബൈ ലെവലായിട്ടാണ്, ആദ്യം ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷമാണ് അടുത്തതിലേക്ക് പോവുക. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ കണ്ട DFSൽ സബ് ട്രീ ആദ്യം ഫോം ചെയ്യുക. ആദ്യം ഒരു താഴത്തെ നോഡിലോട്ട് വന്നു, അതിൻ്റെ സബ് ട്രീ ഫോം ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് പോയി, അങ്ങനെയാണ് പോവുക. ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം.